മാനേജിംഗ് കമ്മിറ്റി അതിന് ഫെയിലുവർ ആയാൽ, അങ്ങനെ ചെയ്തില്ല എങ്കിൽ ആ മെമ്പേഴ്സ്, ആ മാനേജിംഗ് കമ്മിറ്റിയുടെ മെമ്പേഴ്സിന് സീസ് ചെയ്യപ്പെടുന്നുണ്ട്. ടു ഹോൾഡ് ദെയർ ഓഫീസ്, അവരുടെ പദവിയിൽ നിന്നും സീസ് ചെയ്യുന്നു. സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പുറത്താക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെയിൽമേറ്റ് ഉണ്ടാകുന്നുണ്ട്, ഭരണസ്തംഭനം ഉണ്ടാകുന്നുണ്ട്. അതിന് ഈ ഭരണസ്തംഭനം ഉണ്ടാകാതിരിക്കുന്നതിലേക്ക് വേണ്ടി ഈ രജിസ്ട്രാർക്ക് വേണമെങ്കിൽ സ്വന്തം ഇഷ്ടാനുസരണം, അതല്ല എങ്കിൽ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്ററുടെ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒഫീഷ്യൽ ഓതറൈസ് ചെയ്തിട്ടുള്ള അധികാരപ്പെടുത്തിയിട്ടുള്ള ഓഫീസറുടെ ആപ്ലിക്കേഷനിലൂടെ അഡ്മിനിസ്ട്രേറ്ററെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യാം. എന്തിനു വേണ്ടി? ടു അവോയ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെയിൽമേറ്റ്, ഭരണസ്തംഭനം ഒഴിവാക്കാൻ വേണ്ടി. ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ആണെങ്കിൽ പരമാവധി 3 മെമ്പേഴ്സ് ആവാം. അതിൽ ഒരാള് കൺവീനർ ആയിരിക്കണം. ഇവര് ആ സൊസൈറ്റിയുടെ ദൈനംദിന ഭരണം, അഡ്മിനിസ്ട്രേഷൻ അത് കൈകാര്യം ചെയ്യണം. അതിനു പുറമെ ഇവിടെ കാലാവധി 6 മാസമായിരിക്കും. അതിനു പുറമെ പുതിയ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്മിറ്റിയെ ഭരണമേൽക്കാൻ വേണ്ടി സഹായിക്കുക. അങ്ങനെ 6 മാസത്തിനകത്ത് പുതിയ കമ്മിറ്റിയെ ഭരണം ഏൽപ്പിക്കുകയും വേണം. ഇതാണ് 12ാമത്തെ സബ്സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. 13ാമത്തെ സബ്സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ പറഞ്ഞിട്ടുള്ള ഓരോ പ്രോസസ്സും ഗവൺമെന്റ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം, എങ്കിലേ അത് പ്രാബല്യത്തിൽ വരൂ, ലീഗലായിട്ട് വരൂ. ഇതാണ് 63ാമത്തെ സെക്ഷൻ. വളരെ പ്രാധാന്യമുള്ള സെക്ഷനാണ്. അവിടെ ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അടിയിൽ മാർക്ക് ചെയ്ത് ഇങ്ങനെ വിട്ടതൊക്കെ നല്ലവണ്ണം നോക്കുക. ഇനി 64ാമത്തെ സെക്ഷൻ, സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ദ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ആൻഡ് പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ്. സ്കോപ്പ്, പവർ, പ്രൊസീജിയർ. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്? ഓഡിറ്റ്, ഈ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റേഴ്സിന്റെ അധികാരം എന്തൊക്കെയാണ്, അതിന്റെ നടപടിക്രമം എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് 64ാമത്തെ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. ദി ഓഡിറ്റ് ഷാൽ ഇൻക്ലൂഡ് an examination of overdue debts if any, the verification of the cash balance and securities, and valuation of the assets and liabilities of the society concerned, and such other audit matters as may be prescribed. എന്താണ് ഈ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു സ്ഥാപനത്തിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അതിന്റെ ഡോക്യുമെന്റ്സ്, സോഴ്സ് ഡോക്യുമെന്റ്സ് പരിശോധിക്കുക. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ആ റെക്കോർഡ് ചെയ്തിട്ടുള്ളതെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതിന്റെ ബാലൻസ് ഷീറ്റ് പരിശോധിച്ച് നോക്കുക. ബാലൻസ് ഷീറ്റ് കാണിച്ചിട്ടുള്ളത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ? ട്രൂ ആൻഡ് ഫെയർ വ്യൂ, അതൊക്കെ ടെക്നിക്കൽ വേർഡാണ്. ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ? അതുപോലെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? അത് കാണിക്കുന്നത് ശരിയായ പ്രോഫിറ്റ് ആണോ? അവിടെ ക്യാപിറ്റൽ, പ്രോഫിറ്റ്, റവന്യൂ പ്രോഫിറ്റും ക്യാപിറ്റൽ എക്സ്പെൻസ്, റവന്യൂ എക്സ്പെൻസ്, ഇതൊക്കെ പ്രോപ്പറായിട്ട് തരംതിരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, പിന്നെ എറോസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് അതിന്റെ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഡിഫക്റ്റ്, കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് എന്ന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് സാധാരണ കമ്പനീസ് ആക്ട് അനുസരിച്ച് ഓഡിറ്റ് എന്ന് പറയപ്പെടുന്നത്. അത് തന്നെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലും. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ഓഡിറ്റിന് ഡെഫിനിഷൻ ഒന്നും കൊടുത്തിട്ടില്ല, അതിന്റെ സ്കോപ്പ് പറയുന്നുണ്ട്. ദ ഓഡിറ്റ് ഷാൽ ഇൻക്ലൂഡ് ആൻ എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെറ്റ്സ്. നമ്മൾ ലോണൊക്കെ കൊടുത്തതിൽ ഓവർ ഡ്യൂ ഉണ്ടോ, തിരിച്ചടവ് ഉണ്ടോ, കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ടോ ഇല്ലയോ, എത്രയാണ് ഇനി അരിയർ കുടിശ്ശിക ഉള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് പരിശോധിക്കുക. ദ വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ്, ക്യാഷ് ബാലൻസ് കറക്റ്റ് ആണോ, തിരിമറി വല്ലതും നടത്തിയിട്ടുണ്ടോ, ബുക്കിലുള്ള ക്യാഷ് ബാലൻസ് ആണോ ക്യാഷ് ബോക്സിലുള്ളത്, ക്യാഷ് ബോക്സ് ക്യാഷ് ബാലൻസ് കറക്റ്റ് ആണോ. അതുപോയിട്ടോ സെക്യൂരിറ്റീസ് കറക്റ്റ് ആണോ. സെക്യൂരിറ്റി പല രീതിയിലുണ്ട്, ഷെയർ, ഡിബഞ്ചർ,
ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്നതിലേക്ക് വേണ്ടി പബ്ലിക് കയ്യിൽ നിന്ന് നമ്മൾ സെക്യൂരിറ്റി വാങ്ങിക്കും അത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചു, എന്നിട്ട് അതിലെ ഒഫീഷ്യൽസിന് ആവശ്യം വന്നപ്പോൾ ഈ ഗോൾഡ് ലോണൊക്കെ എടുത്ത് അയാൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് പണയം വെച്ചിട്ട് ഇവിടെ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് വാങ്ങിച്ചൊക്കെ വെക്കും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നാഷണലൈസ്ഡ് ബാങ്കിൽ വരെ നടന്നിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അതിനൊക്കെ വേണ്ടിയാണ് ഓഡിറ്റ് ചെയ്യുന്നത്. വാങ്ങിച്ചു വെച്ചിട്ടുള്ള സെക്യൂരിറ്റീസ് കറക്റ്റ് ആണോ, അസറ്റ് കറക്റ്റ് ആണോ, അസറ്റ് വാല്യൂ ചെയ്തിട്ടുള്ളത് കറക്റ്റ് ആണോ, അസറ്റിന്റെ വാല്യൂ ഒക്കെ എഴുതിയിട്ടുള്ളത് കറക്റ്റ് ആണോ, ഓവർ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടോ, അണ്ടർ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടോ, പർച്ചേസ് 10 ലക്ഷം രൂപയ്ക്ക് ലാൻഡ് വാങ്ങിച്ചു 15 ലക്ഷം രൂപ എന്ന് എഴുതിയിട്ടുണ്ടോ, അതുപോലെ ലയബിലിറ്റി കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഓഡിറ്റിന്റെ സ്കോപ്പിൽ വരുന്നത്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കറക്റ്റ് ആണോ, ലോൺ തിരിച്ചടവെല്ലാം ഉണ്ടോ, ഇനി ബാലൻസ് ഉണ്ടോ, ബാലൻസ് ഉണ്ടെങ്കിൽ അത് എഴുതിയിട്ടുള്ളത് കറക്റ്റ് ആണോ, അസറ്റ് ഒക്കെ പ്രോപ്പർ ആണോ, ലയബിലിറ്റി ഒക്കെ പ്രോപ്പർ ആണോ, ക്യാഷ് ബാലൻസ് കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ ഈച്ച് ആൻഡ് എവരി മാറ്റർ ഒരു സൊസൈറ്റിയുടെ മുക്കും മൂലയും ലുക്ക് ആൻഡ് കോർണർ ഓരോ ഐറ്റവും വളരെ വ്യക്തമായി പരിശോധിക്കുന്നതിനെയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് പറയപ്പെടുന്നത്. സബ്സെക്ഷൻ 64 സെക്ഷൻ സബ്സെക്ഷൻ 2 പറയുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് ഓഡിറ്റ് ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ ഓർ ദ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം അണ്ടർ സെക്ഷൻ 63 ഷാൽ ഹാവ് ദ ഫോളോയിങ് പവേഴ്സ്. 64 സെക്ഷനിൽ സ്കോപ്പ് എന്താണ്, പവർ എന്താണെന്നാ പറഞ്ഞല്ലേ. അപ്പൊ 2ാമത്തെ സബ്സെക്ഷനിൽ പവറാ പറയുന്നത്. 63ാമത്തെ സെക്ഷൻ അനുസരിച്ച് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ ആവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ആവാം. 63ാമത്തെ സെക്ഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് 13 സബ്സെക്ഷൻ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു. ഈ 63ാമത്തെ സെക്ഷൻ അനുസരിച്ച് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ ആവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യുന്ന മറ്റു ഒഫീഷ്യൽ ആവാം. അവർക്ക് താഴെ പറയുന്ന അധികാരങ്ങളുണ്ട്. അപ്പോ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്ന ഒഫീഷ്യൽസിന് താഴെ പറയുന്ന അധികാരങ്ങളുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലാണെങ്കിൽ വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ ഓർ ഹിസ് അതോറിറ്റി, ഓതറൈസ്ഡ് പേഴ്സൺ, സബോർഡിനേറ്റ്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. നമുക്ക് എഴുതാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോ കിളച്ചു പഠിച്ചിട്ട് ഇതെല്ലാം മനസ്സിൽ ഇങ്ങനെ നിർത്തണം. അവിടെ പ്രശ്നം. കോപ്പറേറ്റീവ് ലോ അല്ല, ഏത് ലോ ആയാലും ആ പോയിന്റ്സ് ഇങ്ങനെ മനസ്സിൽ നിർത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടുമ്പോൾ അറിയാം, അല്ലെങ്കിൽ ഇവിടെ ടെസ്റ്റ് പേപ്പറൊക്കെ നടത്തുമ്പോൾ അറിയാം. മോർ ഓർ ലെസ് എല്ലാം സെയിം എന്ന് തോന്നും. ചിലത് 20 days, ചിലത് 10 days, ചിലത് 6 weeks, ചിലത് 3 months, ചിലത് 6 months, പിന്നെ സെക്ഷൻ. ആകെ പ്രശ്നം, കൺഫ്യൂഷനാണ്. But he shall at all reasonable time have access to all books, accounts, documents, papers, and all other relevant records, securities, cash, and other properties belonging to or in the custody of and or control of the society. സൊസൈറ്റിയുടെ കസ്റ്റഡിയിലുള്ള, സൊസൈറ്റിയുടെ കൺട്രോളിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അക്സസ് ടു ഓൾ ദ ബുക്സ്, എല്ലാ ബുക്കും നേടിയെടുത്ത് കൈവശപ്പെടുത്തി പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ അക്കൗണ്ട്സ് അക്സസ് ചെയ്ത് കൈവശപ്പെടുത്തി പരിശോധിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഡോക്യുമെന്റ്സ്, പ്രമാണങ്ങൾ കൈവശപ്പെടുത്തി പരിശോധിക്കാനുള്ള റൈറ്റ് ഉണ്ട്. മറ്റ് പേപ്പേഴ്സ്, റിലവന്റ് റെക്കോർഡ്സ്, ഓഡിറ്റുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സ് കൈവശം വാങ്ങി പരിശോധിക്കാനുള്ള റൈറ്റ് ഉണ്ട്. സെക്യൂരിറ്റീസ്, ക്യാഷ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ് ബിലോങ്ങിങ് ടു ഓർ കസ്റ്റഡി ഓഫ് ദ സൊസൈറ്റി. ഇപ്പൊ സൊസൈറ്റിയുടെ കസ്റ്റഡിയിലുള്ള, സൊസൈറ്റിയുടെ കൺട്രോളിലുള്ള, സൊസൈറ്റിയുടെ കയ്യിലുള്ള, സൊസൈറ്റിക്ക് സ്വന്തമായിട്ടുള്ള
books of accounts, documents, papers, relevant records, securities, cash, other properties. ഇതെല്ലാം സ്വന്തമായി കൈവശം വെക്കാനും പരിശോധിക്കാനും ഉള്ള റൈറ്റ് ഉണ്ട്. അപ്പോ ഓഡിറ്റർ, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ അല്ലെങ്കിൽ ഓഡിറ്റർ, ഡയറക്ടർ ഓതറൈസ് ചെയ്യുന്ന അധികാരപ്പെടുത്തിയിട്ടുള്ള ഓഫീസർ, എനിക്ക് ആ ബുക്ക് വേണം, ഈ ബുക്ക് വേണം, ക്യാഷ് ബാലൻസ് എത്രയെന്ന് പരിശോധിക്കണം, ഈ സെക്യൂരിറ്റീസ് വേണം, ലോക്കർ തുറന്നു തരണം എന്നൊക്കെ പറയുമ്പോൾ ആ സൊസൈറ്റിയുടെ സ്റ്റാഫ് അത് ചെയ്തിരിക്കണം. തന്റെ ജോലിക്ക് ഇപ്പൊ തരാൻ പറ്റില്ല, നാളെ വാ എന്നൊന്നും പറയാൻ പറ്റില്ല. റീസണബിൾ ടൈം, ഒഫീഷ്യൽ ടൈമിലായിരിക്കണം. 10 മുതൽ 5 മണി വരെയാണ് വർക്കിംഗ് ടൈമെങ്കിൽ ആ ടൈമിലായിരിക്കണം. 5 മണിക്ക് ശേഷം ചെന്നിട്ട് എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമില്ല. റീസണബിൾ ടൈമില്ല ആ സൊസൈറ്റിയുടെ കസ്റ്റഡിയിലുള്ള, ആ സൊസൈറ്റിയുടെ കൺട്രോളിലുള്ള, ആ സൊസൈറ്റിയുടെ ബിലോങ്സ് സ്വന്തമായിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ ക്യാഷ് ബാലൻസ്, മറ്റു റെക്കോർഡ്സ് ഒക്കെ കൈവശപ്പെടുത്തി പരിശോധിക്കാനുള്ള അവകാശം ഈ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർക്ക് അല്ലെങ്കിൽ അയാൾ അധികാരപ്പെടുത്തിയിട്ടുള്ള ഒഫീഷ്യൽസിന് ഉണ്ടായിരിക്കും. ഇതാണ് ഒന്നാമത്തെ പവർ എന്ന് പറയുന്നത്. നമ്പർ ബി, ഹി മേ സമൺ any person in possession of or responsible for the custody of any such books, accounts, documents, papers, other records, securities, cash and other properties to produce the same at any place at the headquarters of society or any branch thereof, or where there is no working office for the society, at the office of director of cooperative auditor or at the office of any of his subordinate officers as may be specified by him. ഇനി രണ്ടാമത്തെ ഇദ്ദേഹത്തിന്റെ പവർ എന്ന് പറയുന്നത് സമൺ, വിളിപ്പിക്കുക. കോടതിയിൽ നിന്ന് സമൻസ് അയച്ചു എന്ന് പറയുന്നത് ഹാജരാകാൻ പറയുക, വിളിപ്പിക്കുക. അപ്പോ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർക്ക് അല്ലെങ്കിൽ അദ്ദേഹം ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്ക് സമൺ വിളിക്കാം, വിളിപ്പിക്കാം. എനി പേഴ്സൺ, ഏത് വ്യക്തിയെ വേണമെങ്കിലും, ഇൻ പൊസഷൻ ഓഫ്, കൈവശമുള്ള, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഫോർ ദ കസ്റ്റഡി, കൈവശം വെക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി. അപ്പൊ ഡോക്യുമെന്റ്സ് സൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയെ, അല്ലെങ്കിൽ ഇപ്പൊ ആടെ കൈവശമാണോ ഇരിക്കുന്നത് അയാളെ വിളിപ്പിക്കാം. അപ്പൊ ഡോക്യുമെന്റ്സ് എന്തൊക്കെ ഉള്ളത്? സച്ച് ബുക്സ്, ആ ബുക്കുകൾ കൈവശമുള്ള ആള്, അക്കൗണ്ട്സ് കൈവശമുള്ള ആള്, ഡോക്യുമെന്റ്സ് കൈവശമുള്ള ആള്, പേപ്പേഴ്സ് അല്ലെങ്കിൽ അതർ ഡോക്യുമെന്റ്സ് എല്ലാം കൈവശമുള്ള ആൾക്കാര്, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ്, ക്യാഷ്, അതർ പ്രോപ്പർട്ടീസ്. അപ്പൊ സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സോ ക്യാഷോ ഡോക്യുമെന്റ്സോ ആരുടെ കൈവശമാണോ ഉള്ളത് അയാളെ, ആരാണോ കൈവശം സൂക്ഷിക്കേണ്ടത് ആ വ്യക്തിയെ സമൺ ചെയ്യാം. ടു പ്രൊഡ്യൂസ് ദാറ്റ് ഡോക്യുമെന്റ്സ്, ആ ഡോക്യുമെന്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണം കേട്ടോ. അപ്പൊ ക്യാഷിയുടെ ആണ് ക്യാഷ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ക്യാഷിയോട് പറയാം, ഇന്നുള്ള അല്ലെങ്കിൽ ഇന്ന ദിവസം ഉണ്ടായിരുന്ന ക്യാഷ് ബാലൻസ് എത്രയെന്ന് അറിയണം, ക്യാഷ് ബുക്ക് ഇന്ന സ്ഥലത്ത് കൊണ്ടുവരണം കേട്ടോ. ഇനി പണയം വാങ്ങിയ ഗോൾഡൊക്കെ സൂക്ഷിക്കാൻ, കസ്റ്റഡിയിൽ വെക്കാൻ ഒരു ഓഫീസർ കാണും. ഓരോരുത്തരെയും ഓരോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇങ്ങനെ നോക്കാൻ വേണ്ടി റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കും സൊസൈറ്റി. അല്ലെങ്കിൽ കോമൺ ആയിട്ട് സൊസൈറ്റി സെക്രട്ടറിയെ വിളിപ്പിക്കാം. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് നിയമാനുസൃതം ആരുടെ കൈവശമാണ് ഇരിക്കുന്നത്, ആരാണോ റെസ്പോൺസിബിൾ ടു കീപ്പ്, ആരാണോ അത് സൂക്ഷിക്കാൻ റെസ്പോൺസിബിലിറ്റി ഉള്ളത് ആ വ്യക്തികളെ സമൺ ചെയ്യാം, വിളിപ്പിക്കാം. എന്തിന്? ടു പ്രൊഡ്യൂസ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലേക്ക് വേണ്ടി. ദ സെയിം അറ്റ് എനി പ്ലേസ് അറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സൊസൈറ്റി, സൊസൈറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലോ ഹെഡ് ഓഫീസിലോ കൊണ്ടുവരണമെന്ന് പറയാം. അല്ലെങ്കിലോ എനി ബ്രാഞ്ച് ഓഫീസ്, ആ സൊസൈറ്റിക്ക് ഏതെങ്കിലും ബ്രാഞ്ച് ഓഫീസ് ഉണ്ടെങ്കിൽ ഇന്ന ബ്രാഞ്ച് ഓഫീസിൽ കൊണ്ടുവരണമെന്ന് പറയാം. അതും അല്ലെങ്കിലോ വേർ ദർ ഈസ് നോ വർക്കിംഗ് ഓഫീസ് ഫോർ ദ സൊസൈറ്റി, സൊസൈറ്റിക്ക് പ്രത്യേകിച്ച് ഒരു വർക്കിംഗ് ഓഫീസ് ഇല്ല എങ്കിൽ അറ്റ് ദ ഓഫീസ് ഓഫ് ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ, കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ ഓഫീസിൽ, അല്ലെങ്കിൽ അറ്റ് ദ ഓഫീസ് ഓഫ് എനി സബോർഡിനേറ്റ് ഓഫീസേഴ്സ്,
കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ സബോർഡിനേറ്റ് ഓഫീസറുടെ ഓഫീസിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറയാനുള്ള അധികാരാവകാശമുണ്ട്. ഇത് നിയമത്തിന്റെ ഭാഷ. നമ്മുടെ ഭാഷയെ പറഞ്ഞാലോ, ഈ കോപ്പറേറ്റീവ് ഓഡിറ്റർക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റെക്കോർഡ്സ് ആരുടെ കൈവശമാണ് ഇരിക്കുന്നത്? റെക്കോർഡ്സ്, ക്യാഷ്, സെക്യൂരിറ്റി, മറ്റു ഡോക്യുമെന്റ്സ് ഒക്കെ ആരുടെ കൈവശമാണ് ഇരിക്കുന്നത്? ആരാണോ അത് സൂക്ഷിക്കാൻ റെസ്പോൺസിബിൾ പേഴ്സൺ, അവര് ഈ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ട് ആ സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിൽ വരാനോ സൊസൈറ്റിയിലെ ബ്രാഞ്ച് ഓഫീസിൽ പ്രസന്റ് ചെയ്യാനോ, അതല്ല എങ്കിൽ സൊസൈറ്റിക്ക് പ്രത്യേകിച്ച് വർക്കിംഗ് ഓഫീസ് ഒന്നുമില്ല എങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ ഓഫീസിൽ വരാനോ, അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഫീസർ കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ സബോർഡിനേറ്റ്സ് ഓഫീസേഴ്സ് അധികാരപ്പെടുത്തിയിട്ടുള്ള മറ്റ് മേഖല ഓഫീസേഴ്സിന്റെ ഓഫീസിൽ കൊണ്ടുവരാനോ പറയാനുള്ള സമൺ ചെയ്യാനുള്ള അധികാര അവകാശം ഉണ്ടായിരിക്കും. ആർക്ക്? കോപ്പറേറ്റീവ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർക്ക്. അപ്പൊ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പിടിച്ചെടുക്കുന്നതിനുള്ള അവകാശമുണ്ട്. സി സച്ച് അതർ പവേഴ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഈ രണ്ട് അവകാശങ്ങൾക്ക് പുറമെ മറ്റെന്തെങ്കിലും വേണമെന്ന് തോന്നിയാൽ അത് ഡയറക്റ്റ് ചെയ്യാനുള്ള അവകാശം കോപ്പറേറ്റീവ് ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നാമത്തത്, റീസണബിൾ ടൈമിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ക്യാഷ്, സെക്യൂരിറ്റീസ്, ഡോക്യുമെന്റ്സ് ഒക്കെ അസസ് ചെയ്ത് അല്ലെങ്കിൽ കൈവശപ്പെടുത്തി പരിശോധിക്കാനുള്ള റൈറ്റ് ഉണ്ട്. രണ്ടാമത്, ഇങ്ങനെ ഡോക്യുമെന്റ്സ് ആരുടെയെങ്കിലും കൈവശം ഇരിക്കുകയാണെങ്കിൽ, അതല്ല എങ്കിൽ ഹു ഈസ് റെസ്പോൺസിബിൾ ടു കീപ് ദ ഡോക്യുമെന്റ്സ് ഓർ ഹോൾഡ് ദ ഡോക്യുമെന്റ്സ്, ആരുടെ കൈവശമാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഈ ഡോക്യുമെന്റ്സ് സൂക്ഷിക്കുന്നത്, അവരെ സമൺ ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് ചെയ്യാം. ഈ ഡോക്യുമെന്റ്സ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിലേക്കോ സൊസൈറ്റിയിലെ ഏതെങ്കിലും ബ്രാഞ്ച് ഓഫീസിലേക്കോ, സൊസൈറ്റിക്ക് പ്രത്യേകിച്ച് വർക്കിംഗ് പ്ലേസ് ഇല്ല എങ്കിൽ പിന്നെ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓഫീസിലോ കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി ഡയറക്റ്റ് ചെയ്യാൻ, സമൺ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇതിനു പുറമെ മറ്റ് ഏതെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ചെയ്യാനുള്ള അവകാശം ഈ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കും. ഇതാണ് രണ്ടാമത്തെ സബ്സെക്ഷൻ, 64ാമത്തെ സെക്ഷൻ 2 പറയുന്നത്. ഇനി 64ാമത്തെ സെക്ഷൻ 3ാമത്തെ സബ്സെക്ഷനിൽ പറയുന്നത്, എവരി പേഴ്സൺ who is or has been at any time an officer or employee of the society and every member and past member of the society who is in possession of any information and records in regard to the transaction and working of the society shall furnish such information in regard to the transaction and working of the society as the director or person authorized by the government under subsection 3 of section 63 may require. മൂന്നാമത്തെ സബ്സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത് 64ാമത്തെ സെക്ഷൻ 3ാമത്തെ സബ്സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്, എനി ഓഫീസർ ഓർ എംപ്ലോയി, ഓഫീസർ അല്ലെങ്കിൽ എംപ്ലോയി, ഇപ്പോ ഓഫീസർ ആയിരിക്കുന്ന ആള്, എംപ്ലോയി ആയിരിക്കുന്ന ആള്, അല്ലെങ്കിൽ ഹാസ് പാസ്റ്റ് മെമ്പർ ഓഫ് ദ സൊസൈറ്റി, ഇതിനു മുമ്പ് മെമ്പർ ആയിരുന്ന ആള്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഓഫീസർ ആയിരുന്ന എംപ്ലോയി ആയിരുന്ന ആള്. അപ്പോ ഇതിനു മുമ്പ് ഈ സൊസൈറ്റിയിലെ എംപ്ലോയി ആയിരുന്നു, ഇപ്പൊ അയാള് റിട്ടയർ ചെയ്തു അല്ലെങ്കിൽ അയാൾ റിസൈൻ ചെയ്തു പോയി. അങ്ങനെയുള്ള എംപ്ലോയി, ഇപ്പൊ നിലവിലുള്ള എംപ്ലോയി, ഇപ്പൊ നിലവിലുള്ള മെമ്പർ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് മെമ്പർ ആയിരുന്ന ആള്, അവർക്ക് ഹൂ ഈസ് ഇൻ പൊസഷൻ ഓഫ് എനി ഇൻഫർമേഷൻ ആൻഡ് റെക്കോർഡ്സ് ഇൻ റിഗാർഡ് ടു ട്രാൻസാക്ഷൻ ഓർ വർക്കിംഗ് ഓഫ് സൊസൈറ്റി, അവർക്ക് അവരുടെ കൈവശം ഏതെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ സൊസൈറ്റിയുമായി ബന്ധമുള്ള ഏതെങ്കിലും ഇൻഫർമേഷൻ, വിവരം തരാൻ അവർക്കറിയാം. സൊസൈറ്റിയുടെ ബിസിനസ്സിലേക്ക് വേണ്ടി, സൊസൈറ്റിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു വെഹിക്കിൾ വാങ്ങിച്ചായിരുന്നു.
അതിൽ 8,12,000 രൂപ ചെലവായി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർക്ക് അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഓഡിറ്റിംഗ് ഓഫീസർക്ക് എന്തോ ഡൗട്ട് തോന്നി. അപ്പൊ അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടൊന്ന് അന്വേഷിച്ച് മനസ്സിലാക്കണം. പക്ഷേ ഈ വെഹിക്കിൾ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന എംപ്ലോയി അല്ലെങ്കിൽ ഓഫീസർ അല്ലെങ്കിൽ മെമ്പർ ഇപ്പൊ ഇല്ല, അവർ റിട്ടയർ ആയി. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ അവരെ വിളിപ്പിക്കാം. ഇപ്പൊ ഇവിടുത്തെ എംപ്ലോയി ആണെങ്കിൽ അവരെ വിളിച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം, വിവരം കളക്ട് ചെയ്യാം. ഇതാണ് സബ് സെക്ഷൻ 3 പറഞ്ഞിട്ടുള്ളത്. പാസ്റ്റ് മെമ്പർക്ക് ഏതെങ്കിലും ഇൻഫർമേഷൻ തരാൻ പറ്റുമെങ്കിൽ അവരെ വിളിപ്പിക്കാം. ഇനി ഇതിനു മുമ്പുള്ള എംപ്ലോയീസ് ആണ്, ആ എംപ്ലോയീസിന് ഈ ബിസിനസ് ട്രാൻസാക്ഷനുമായിട്ട് എൻക്വയറിയുമായിട്ട് ഓഡിറ്റുമായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ തരാൻ പറ്റുമെങ്കിൽ അവരെ വിളിപ്പിക്കാം. ഇപ്പോഴത്തെ എംപ്ലോയീസ്, ഇപ്പോഴത്തെ മെമ്പേഴ്സ്, അവർക്ക് ഇൻഫർമേഷൻ തരാൻ പറ്റുമെങ്കിൽ അവരെയും വിളിപ്പിക്കാം. അപ്പൊ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ലഭ്യമാകുന്നതിന് പ്രസന്റ് മെമ്പർ, പാസ്റ്റ് മെമ്പർ, പ്രസന്റ് എംപ്ലോയി, പാസ്റ്റ് എംപ്ലോയി ഇവരെ ആരെ വേണമെങ്കിലും വിളിച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിനുള്ള അവകാശം ഉണ്ടായിരിക്കും. ആർക്ക്? ഈ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർക്ക് അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്ക്. അടുത്ത 64ാമത്തെ സെക്ഷനിൽ സബ്സെക്ഷൻ 4 പറയുന്നത് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെന്റ്സ് ആർ റെക്കോർഡ് by auditors shall be prepared by chief executive of the society within 1 month from the date of close of financial year and submit it before managing committee and the fact reported to the director of cooperative auditor or to the person authorized by him in this behalf. 4ാമത്തെ സബ്സെക്ഷനിൽ പറയുന്നത് ഒരു സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത്, അതോറിറ്റി എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി ആണ്. സൊസൈറ്റിയിലെ സെക്രട്ടറി അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ സിഇഒ ആസ് ദ കേസ് മേ ബി, ഹയസ്റ്റ് എംപ്ലോയി, അദ്ദേഹമാണ് ഒരു സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെന്റ്സും പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓഡിറ്റർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ മറ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റിക്കാണ്. അത് പ്രിപ്പയർ ചെയ്യുന്ന അവര് തന്നെ പ്രിപ്പയർ ചെയ്യണമെന്നൊന്നുമില്ല. അവരുടെ കൺട്രോളില്, അവരുടെ ഡയറക്ഷനില് ആ സൊസൈറ്റിയുടെ എംപ്ലോയിയെ കൊണ്ട് പ്രിപ്പയർ ചെയ്യിപ്പിച്ചിരിക്കണം. ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി. എപ്പോ പ്രിപ്പയർ ചെയ്യണം? വിതിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 1 മാസത്തിനകത്ത് ഓഡിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും സ്റ്റേറ്റ്മെന്റും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദാറ്റ് സൊസൈറ്റി. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നത് ഈ വർഷം 1 ഏപ്രിൽ തുടങ്ങിയിട്ട് 12 മാസം, നെക്സ്റ്റ് ഇയർ 31 മാർച്ചിൽ ക്ലോസ് ചെയ്യും. അപ്പൊ എല്ലാ വർഷവും 31 മാർച്ചിൽ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യും. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 1 മാസത്തിനകത്ത് ഓഡിറ്റ് ചെയ്യേണ്ടതായ ബുക്സ് ഓഫ് അക്കൗണ്ട്സും സ്റ്റേറ്റ്മെന്റും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവിനായിരിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സബ്മിറ്റ് ഇറ്റ് ബിഫോർ മാനേജിംഗ് കമ്മിറ്റി ആൻഡ് ദ ഫാക്ട് റിപ്പോർട്ടഡ് ടു ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ or to the person authorized by him in this behalf. അങ്ങനെ കംപ്ലീറ്റ് ആയാൽ, കംപ്ലീറ്റ് ചെയ്ത കാര്യം മാനേജിംഗ് കമ്മിറ്റിയെ അറിയിക്കണം. മാനേജിംഗ് കമ്മിറ്റി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർക്ക് അല്ലെങ്കിൽ ആ സൊസൈറ്റി ഓഡിറ്റ് ചെയ്യാൻ ഡയറക്ടർ ഓതറൈസ് ചെയ്തിട്ടുള്ള ഓഫീസറെ അറിയിക്കണം. അപ്പോൾ 4ാമത്തെ സബ്സെക്ഷൻ, സെക്ഷൻ 64 സബ്സെക്ഷൻ 4 പറയുന്നത് ഫിനാൻഷ്യൽ ക്ലോസ് ചെയ്ത് വിതിൻ 1 month, മാറിപ്പോലും
പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാ. വിതിൻ 1 month ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് ഒരു മാസത്തിനകത്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ്, ഉദ്യോഗസ്ഥരിൽ ഏറ്റവും ഉയർന്നവൻ, അവരാണ് എക്സിക്യൂട്ടീവ്. ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടറി അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ സിഇഒ, സാധാരണ സെക്രട്ടറി അല്ലെങ്കിൽ ആ പൊസിഷനിൽ വരുന്ന ആരും, വാട്ട് എവർ നെയിം കാൾഡ്, പേരെന്തോ വിളിക്കട്ടെ, ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന എംപ്ലോയി, അയാളാണ് റെസ്പോൺസിബിൾ പേഴ്സൺ. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് ഒരു മാസത്തിനകത്ത് ആ സൊസൈറ്റി ഓഡിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും കംപ്ലീറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ സൊസൈറ്റിയിലെ ചീഫ് എക്സിക്യൂട്ടീവ്സിനാണ്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ വിവരം സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയെ അറിയിക്കണം. ആ മാനേജിംഗ് കമ്മിറ്റി അത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്ററെയോ അല്ലെങ്കിൽ ആ സൊസൈറ്റി ഓഡിറ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ ആരെയാണോ അധികാരപ്പെടുത്തിയിട്ടുള്ളത് ആ ഒഫീഷ്യലിനെ അറിയിക്കുകയോ വേണം. ഇതാണ് 4-ൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത 4A, 64-ാമത്തെ സെക്ഷൻ, സബ്സെക്ഷൻ 4A അഡീഷണൽ ആയിട്ട് ചേർത്തതാണ്. It shall be the duty of managing committee of every society to ensure the accuracy of financial and other statutory statements. It is the responsibility of the committee to submit the above statements for audit within 1 month from the date of receipt of the above statement before the auditor. Lapses on the part of managing committee in this regard will be considered as disqualification to hold office and they shall cease to be member of the committee as may be prescribed. 4A അഡീഷണൽ ആയിട്ട് ചേർത്ത ഒരു സബ്സെക്ഷൻ ആണ്. It shall be the duty of managing committee of every society to ensure the accuracy of financial and other statutory statement. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങി ഒരു ഫിനാൻഷ്യൽ ക്ലോസ് ചെയ്ത് ഒരു മാസത്തിനകത്ത് ആ സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഡിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സും സ്റ്റേറ്റ്മെന്റ്സും എല്ലാം പ്രിപ്പയർ ചെയ്ത് മാനേജിംഗ് കമ്മിറ്റിയെ ഏൽപ്പിക്കണം. മാനേജിംഗ് കമ്മിറ്റി അത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്ററെയോ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഓതറൈസ് ചെയ്തിട്ടുള്ള ഓഫീസറെയോ അറിയിക്കണം. അപ്പോ ചീഫ് എക്സിക്യൂട്ടീവ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്ത് ആവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് മാനേജിംഗ് കമ്മിറ്റിയെ ഏൽപ്പിച്ചു. കണ്ണിറുക്കി അടച്ചിട്ട് ഇത് അതേപോലെ ഞാൻ കൊടുക്കല്ല. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജിംഗ് കമ്മിറ്റി ടു എൻഷുവർ ദ ആക്യുറസി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് അതർ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് സൊസൈറ്റി. ഈ ചീഫ് എക്സിക്യൂട്ടീവ് മാനേജിംഗ് കമ്മിറ്റിക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആക്യുറസി, കൃത്യത എൻഷുർ, ഉറപ്പുവരുത്തണം. ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജിംഗ് കമ്മിറ്റി. അപ്പൊ ചീഫ് എക്സിക്യൂട്ടീവ് തരുന്ന ആ ഡോക്യുമെന്റ്സ് എല്ലാം, ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം, ആ സ്റ്റേറ്റ്മെന്റ് എല്ലാം ആക്യുറേറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ഡ്യൂട്ടി മാനേജിംഗ് കമ്മിറ്റിക്കുണ്ട്. അത് കഴിഞ്ഞിട്ടോ, ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കമ്മിറ്റി ടു സബ്മിറ്റ് എബവ് statements for audit within 1 from the date of receipt of the above statement. ഈ സ്റ്റേറ്റ്മെന്റ് കിട്ടി, ഇതിനെയൊക്കെ പരിശോധിച്ച എന്നാണോ സ്റ്റേറ്റ്മെന്റ് കിട്ടിയത് അതുമുതൽ ഒരു മാസത്തിനകത്ത് ഇത് ഓഡിറ്റർക്ക് സബ്മിറ്റ് ചെയ്യണം ബിഫോർ ദ ഓഡിറ്റർ. അപ്പൊ സെക്രട്ടറി ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് ഒരു മാസത്തിനകത്ത് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് മാനേജിംഗ് കമ്മിറ്റി ഏൽപ്പിച്ചു. മാനേജിംഗ് കമ്മിറ്റി അതിന്റെ കറക്റ്റ്നെസ് ഉറപ്പുവരുത്തി. ഈ സ്റ്റേറ്റ്മെന്റ് കിട്ടി ഒരു മാസത്തിനകത്ത് ഓഡിറ്ററെ ഏൽപ്പിക്കണം. ലാബ്സ് ഓൺ ദ പാർട്ട് ഓഫ് മാനേജിംഗ് കമ്മിറ്റി, ഫെയിലുവർ ഓൺ ദ പാർട്ട് ഓഫ് മാനേജിംഗ് കമ്മിറ്റി. മാനേജിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ലാബ്സ് വന്നാൽ, ഫെയിലുവർ ആയാൽ, ഡീഫോൾട്ട് സംഭവിച്ചാൽ ഒരു മാസത്തിനകത്ത് ഈ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റർക്ക് നൽകിയില്ല എങ്കിൽ
in this regard will be considered as a disqualification to hold office. ഇയാള് ആ പദവിക്ക് യോജിച്ചവനല്ല, ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് പരിഗണിക്കാം, കരുതാം. ആൻഡ് cease to be a member of committee. ആ കമ്മിറ്റിയുടെ മെമ്പർ സ്ഥാനത്ത് നിന്നും ഇയാളെ അയോഗ്യത കൽപ്പിച്ച് പുറത്താക്കാം. ഇതാണ് 4A പറഞ്ഞിട്ടുള്ളത്. 64 സെക്ഷൻ സബ്സെക്ഷൻ 4A പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാം 4ാമത്തെ സബ്സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 1 മാസത്തിനകത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്യാനുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റുകളും പ്രിപ്പയർ ചെയ്ത് മാനേജിംഗ് കമ്മിറ്റി ഏൽപ്പിക്കണം. 4A പറയുന്നത് മാനേജിംഗ് കമ്മിറ്റിക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ആക്യുറസി, കൃത്യത ഇവര് എൻഷുർ ചെയ്യണം, ഉറപ്പുവരുത്തി എന്നാണോ സ്റ്റേറ്റ്മെന്റ് കിട്ടിയത് അത് മുതൽ 1 മാസത്തിനകത്ത് ഓഡിറ്റർക്ക് സബ്മിറ്റ് ചെയ്യണം. അതിന് പരാജയപ്പെട്ടാൽ, ലാപ്സ് ആയാൽ, ഫെയിലുവർ ആയാൽ, ഡീഫോൾട്ട് വരുത്തിയാൽ മാനേജിംഗ് കമ്മിറ്റിയുടെ മെമ്പേഴ്സിന് ആ സ്ഥാനത്ത് ആ പദവി അലങ്കരിക്കാൻ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് അവർ ക്വാളിഫൈഡ് അല്ല എന്ന് നിഗമനത്തിലെത്തുകയും അവരെ വേണമെങ്കിൽ ആ പദവിയിൽ നിന്നും പുറത്താക്കാം. ഇതാണ് 4A പറഞ്ഞിട്ടുള്ളത്. In such a case, to avoid administrative stalemate, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെ മാനേജിംഗ് കമ്മിറ്റിയെ പുറത്താക്കി കഴിഞ്ഞാൽ ഭരണസ്തംഭനം നടക്കും. സൊസൈറ്റിയുടെ ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിച്ചേരും. അപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെയിൽമേറ്റ് ഉണ്ടാവും. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെയിൽമേറ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ പഠിച്ചത് 63ാമത്തെ സെക്ഷനിൽ പഠിച്ചത് തന്നെയാണ്. രജിസ്ട്രാർ മേ സിഒ മോട്ടോ or on application from the director of cooperative auditor or by person authorized by in his behalf appoint an administrator or administrative committee consisting of not more than 3 persons who need not be a member of society. ആ സൊസൈറ്റിയിലെ മെമ്പർ അല്ലാത്ത 63ാമത്തെ സെക്ഷനിൽ ഈ സെന്റൻസ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞപ്പോൾ വിട്ടുപോയി. ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ വരുന്ന 3 പേര് ആ സൊസൈറ്റിയുടെ മെമ്പർ ആയിരിക്കാൻ പാടില്ല. ആ സൊസൈറ്റിയിലെ മെമ്പർ അല്ലാത്ത 3 പേര് അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആർക്ക് അപ്പോയിന്റ് ചെയ്യാം? രജിസ്ട്രാർക്ക് അപ്പോയിന്റ് ചെയ്യാം. എന്തിനു വേണ്ടി? ടു അവോയ്ഡ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെയിൽമേറ്റ്, ഭരണസ്തംഭനം ഒഴിവാക്കുന്നതിലേക്ക് വേണ്ടി ചെയ്യാം. One among them the convener to manage the affairs of the society for a period not exceeding 6 months. ഇവിടെ കാലാവധി 6 മാസമാണ്. Provided that administrator or administrative committee shall arrange for the constitution of new committee or for entering upon office of the new committee as the case may be. അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ആ സൊസൈറ്റിയുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കണം. അവിടെ കാലാവധി 6 മാസമാണ്. 6 മാസത്തിനകത്ത് പുതിയ കമ്മിറ്റിയെ ഇലക്ഷനിലൂടെ സെലക്ട് ചെയ്ത് ഭരണം അവരെ ഏൽപ്പിക്കണം. അതല്ല, ഈ പുറത്താക്കിയ ഉടൻ തന്നെ ഇലക്ഷനിലൂടെ പുതിയ കമ്മിറ്റി എടുത്തായിരുന്നു, പക്ഷെ അവർ ഇതുവരെ അവരുടെ ഔദ്യോഗികപരമായ കൃത്യനിർവഹണത്തിന് വേണ്ടി അവർ എൻട്രി ചെയ്തിട്ടില്ല, കമ്മിറ്റിയിൽ എൻട്രി ചെയ്തിട്ടില്ല എങ്കിൽ അവരെ കമ്മിറ്റിയെ എൻട്രി ചെയ്യിക്കണം. അപ്പോൾ നിയമപരമായ കമ്മിറ്റി ഉണ്ടെങ്കിൽ അവരെ എൻട്രി ചെയ്യിപ്പിക്കണം. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? 6 മാസത്തിനകത്ത് പുതിയ കമ്മിറ്റി രൂപീകരിച്ച് ഭരണം ഏൽപ്പിക്കുകയും വേണം. ഇതാണ് 4A പറഞ്ഞിട്ടുള്ളത്. ഇത് 4A പറഞ്ഞിട്ടുള്ളത് നമ്മൾ 63 പറഞ്ഞിട്ടുള്ള സെയിം കാര്യങ്ങളാണ്. ഇനി 4B പറയുന്നത് within 3 months from the date of receipt of audit report. ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടി 3 മാസത്തിനകത്ത്. അപ്പൊ ഓഡിറ്ററുടെ കയ്യിൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് നിയമാനുസൃതം ഓഡിറ്റർ ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഓഡിറ്റ് ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് 3 മാസത്തിനകത്ത്
the Director of Cooperative Audit shall issue an audit certificate to the concerned society with a copy of audit memorandum as may be prescribed. ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, കാരണം ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അല്ല എല്ലാ ഓഡിറ്റും ചെയ്യുന്നത്, അയാളുടെ സബോർഡിനേറ്റ് ആണ് ഓഡിറ്റ് ചെയ്യുന്നത്. ഓഡിറ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് ഈ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ കൊടുക്കണം. അങ്ങനെ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയാൽ within 3 months the Director of Cooperative Audit shall issue an audit certificate to the concerned society. Concerned societyക്ക് ഏത് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ടാണ് കിട്ടിയത് അയാൾക്ക് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം വിതിൻ 3 months. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ 3 മാസത്തിനകത്ത് ഏത് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ടാണ് കിട്ടിയത് ആ കൺസേൺഡ് സൊസൈറ്റിക്ക് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം ടുഗദർ വിത്ത് ഓഡിറ്റ് മെമ്മോറാണ്ടം. ഓഡിറ്റ് മെമ്മോറാണ്ടം എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് ആയിട്ടുള്ള മറ്റ് സ്റ്റേറ്റ്മെന്റ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, മറ്റ് സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പിയും ഓഡിറ്റ് സർട്ടിഫിക്കറ്റും, ഒറിജിനൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റും ആ കൺസേൺഡ് സൊസൈറ്റിക്ക് കൊടുക്കണം. എപ്പോ? വിതിൻ 3 months ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റിസീവിംഗ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയാൽ, ഓഡിറ്റർ ഡയറക്ടർക്ക് ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയാൽ 3 മാസത്തിനകത്ത് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം, ഓഡിറ്റ് മെമ്മോറാണ്ടം കൊടുക്കണം. അടുത്ത 5ാമത്തെ സബ്സെക്ഷൻ പറയുന്നത് ദി ഓഡിറ്റർ ഓർ ഓഡിറ്റിംഗ് ഫേം അപ്പോയിന്റഡ് ആസ് പെർ സെക്ഷൻ 63 അത് നമ്മൾ പഠിച്ചായിരുന്നു. ഷാൽ കംപ്ലീറ്റ് ദി ഓഡിറ്റ് വിതിൻ 4 months ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് and submit audit report to the Director of Cooperative Audit or to the persons authorized by him in this behalf. 5ാമത്തെ സബ്സെക്ഷനിൽ പറയുന്നത് ദി ഓഡിറ്റർ ഓർ ഓഡിറ്റിംഗ് ഫേം അപ്പോയിന്റഡ് ആസ് പെർ സെക്ഷൻ 63. അപ്പോൾ ഓഡിറ്റർ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഫേമിനൊക്കെ അപ്പോയിന്റ് ചെയ്യാൻ പറയുന്നത് 63 ആ 63 അനുസരിച്ച് ഒരു ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓഡിറ്റിംഗ് ഫേമിന് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷാൽ കംപ്ലീറ്റ്, അവര് ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. എപ്പോ? വിതിൻ 4 months ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. ആ സ്റ്റേറ്റ്മെന്റ് കിട്ടി, ബുക്സ് ഓഫ് അക്കൗണ്ട്സും ബാക്കി സ്റ്റേറ്റ്മെന്റ് ഒക്കെ കിട്ടി 4 മാസത്തിനകത്ത് ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ആൻഡ് സബ്മിറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ടു ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് or the person authorized by him in this behalf. അപ്പോ 5ാമത്തെ സബ്സെക്ഷനിൽ ഇങ്ങനെ പറയുന്നുള്ളൂ, ഇവർക്ക് ഓഡിറ്റർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റും കിട്ടിക്കഴിഞ്ഞാൽ വിതിൻ 4 months 4 മാസത്തിനകത്ത് എന്ത് ചെയ്തിരിക്കണം? ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ട് നൽകണം. അപ്പോൾ ഒരു ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞ് ആ ആവശ്യമുള്ള എല്ലാ ഡോക്യുമെന്റ്സും കിട്ടിക്കഴിഞ്ഞാൽ, ആ ഓരോ ഡോക്യുമെന്റ്സും കൊടുക്കുമ്പോൾ റെക്കോർഡ് ചെയ്ത് വാങ്ങിക്കും. അങ്ങനെ എല്ലാ ഡോക്യുമെന്റ്സും കിട്ടിക്കഴിഞ്ഞാൽ 4 മാസത്തിനകത്ത് ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് റിപ്പോർട്ട് കൺസേൺഡ് ഓഡിറ്റർക്കോ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർക്കോ കൊടുത്തിരിക്കണം. ഇതാണ് 5ാമത്തെ സബ്സെക്ഷനിൽ പറയുന്നത്. 4 months. നേരത്തെയൊക്കെ 1 month 3 month ഒക്കെ പറഞ്ഞത്, ഇവിടെ 4 months. ഒരു ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ്സും കിട്ടിക്കഴിഞ്ഞാൽ 4 മാസത്തിനകത്ത് ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് റിപ്പോർട്ട് കൊടുത്തിരിക്കണം. 6ാമത്തെ സബ്സെക്ഷനിൽ പറയുന്നത് സെക്ഷൻ 64 6ാമത്തെ സബ്സെക്ഷനിൽ പറയുന്നത് ദ എമൗണ്ട് ഓഫ് ഫീ ഓർ കോസ്റ്റ് ഫോർ ദ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട് ഓഫ് സൊസൈറ്റി ഫോർ ഈച്ച് ഇയർ ഷാൽ ബി സച്ച് as may be fixed by the Director of Cooperative Audit in accordance with the rules made in this behalf. ഇനി ഓഡിറ്റിന് ഫീസ് ഉണ്ടല്ലോ, ഓഡിറ്റിന് ചെലവുണ്ടല്ലോ, ഈ ഫീസും കോസ്റ്റും ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ ആണ്. നിയമാനുസൃതം, ഇൻ അക്കോർഡൻസ് വിത്ത് റൂൾസ്, നിയമാനുസൃതം ഇപ്പൊ നിലവിലുള്ള നിയമം അനുസരിച്ച് കോപ്പറേറ്റീവ് ഓഡിറ്റർ, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ ഓരോ സൊസൈറ്റിയുടെയും ഓഡിറ്റിന് ആവശ്യമായിട്ടുള്ള ഓഡിറ്റ് ഫീയും കോസ്റ്റും ഒക്കെ ഫിക്സ് ചെയ്യാം. അത് ഫിക്സ് ചെയ്യാനുള്ള അധികാരം പൂർണ്ണമായിട്ടും ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർക്കാണ് ഉള്ളത്. ഇതാണ്
64 സെക്ഷൻ സബ്സെക്ഷൻ 6 പറയുന്നത്. ഇനി സെക്ഷൻ 64 സബ്സെക്ഷൻ 7 പറയുന്നത് the fee or cost shall be paid by the society concerned within 30 days of intimation thereof, and in case of non-payment of the fee or cost within the period it shall be recoverable in the manner specified in section 79 or can be recovered from the account maintained in the financing bank by the society through an order issued by the registrar upon request from the director of cooperative audit. ഇനി എത്ര രൂപയാണ് ഓഡിറ്റ് ഫീസ്, എത്രയാണ് കോസ്റ്റ് എന്ന് വളരെ വ്യക്തമായിട്ട് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ ഫിക്സ് ചെയ്തിട്ട് ആ കൺസേൺഡ് സൊസൈറ്റിക്ക് ഇന്റിമേഷൻ കൊടുക്കും. ഇന്റിമേഷൻ കിട്ടിയാൽ 30 ദിവസത്തിനകത്ത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ ഭാഗത്ത് നിന്നും ഇന്റിമേഷൻ ആ കൺസേൺഡ് സൊസൈറ്റിക്ക് കിട്ടി, ഇത്ര രൂപ ഫീസ് അടയ്ക്കണം, ഇത്ര രൂപ ചെലവായിട്ടുണ്ട് അത് അടയ്ക്കണം എന്ന ഇന്റിമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സൊസൈറ്റി 30 ദിവസത്തിനകത്ത് ആ ഫീസ് അടയ്ക്കണം. നൺ പേയ്മെന്റ്, അങ്ങനെ ഫീസ് അടച്ചില്ല എങ്കിൽ, ആ ഓഡിറ്റ് ചെലവ് അടച്ചില്ല എങ്കിൽ ഇറ്റ് ഷാൽ ബി റിക്കവേർഡ് ഇൻ ദ മാനർ സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 79. സെക്ഷൻ 79 നമ്മൾ പഠിച്ചില്ല, ഇപ്പൊ 64 സെക്ഷൻ നിൽക്കുന്നേ ഉള്ളൂ. സെക്ഷൻ 79 വരുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരും. സെക്ഷൻ 79 ഈ ഓഡിറ്റ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് ഇതൊക്കെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെ റിക്കവർ ചെയ്യണം. അങ്ങനെ റിക്കവർ ചെയ്യുകയോ അല്ലെങ്കിൽ can be recovered from the account maintained in the financing bank by the society. എല്ലാ സൊസൈറ്റിക്കും ആ സൊസൈറ്റിയുടെ ഫിനാൻസിംഗ് ബാങ്കിൽ, സെൻട്രൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഈ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാം. ത്രൂ ആൻ ഓർഡർ ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ അപ്പോൺ റിക്വസ്റ്റ് ഫ്രം ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ. കോപ്പറേറ്റീവ് ഓഡിറ്റർ രജിസ്ട്രാർക്ക് ഒരു ഇന്റിമേഷൻ കൊടുക്കും, ഇന്ന സൊസൈറ്റി ഓഡിറ്റ് ഫീ അടച്ചിട്ടില്ല. രജിസ്ട്രാർ ആ സൊസൈറ്റിയുടെ ഫിനാൻസിംഗ് ബാങ്കിന് ഇന്റിമേഷൻ കൊടുക്കും, ഇന്ന സൊസൈറ്റിയുടെ അക്കൗണ്ടിൽ നിന്ന് ഇത്ര രൂപ ഡിഡക്ട് ചെയ്യണം. ഒന്നുകിൽ 79 സെക്ഷൻ അനുസരിച്ച് റിക്കവർ ചെയ്യണം, അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ രജിസ്ട്രാർക്ക് ഇന്റിമേഷൻ കൊടുക്കും, ഇന്ന സൊസൈറ്റിയിൽ നിന്ന് ഇത്ര രൂപ കളക്ട് ചെയ്യണം. രജിസ്ട്രാർ ആ സൊസൈറ്റിയുടെ ഫിനാൻസിംഗ് ബാങ്കിന് ഇന്റിമേഷൻ കൊടുക്കും, ആ സൊസൈറ്റിക്ക് ഫിനാൻസിംഗ് ബാങ്കിൽ നിർബന്ധമായിട്ട് അക്കൗണ്ട് ഉണ്ടായിരിക്കും, ആ അക്കൗണ്ടിൽ നിന്നും അത്രയും രൂപ കുറച്ച് റിക്കവർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കും. ഇതാണ് 64 സെക്ഷനിൽ 7 സബ്സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്.